ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളൻകിഴങ്ങും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ട് ഇതിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള വലിയ 2 ഉരുളക്കിഴങ്ങും 4 ഉണ്ട ശർക്കരയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തോലൊടുക്കുക തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കറിലേക്ക് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ആ സമയം കൊണ്ട് നമുക്കിവിടെ ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് 250 ml കപ്പിൽ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 4 ശർക്കരയിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ച് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ 4 വിസിൽ വന്നിട്ട് നമ്മുടെ നമ്മുടെ ഉരുളൻകിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് 2 ഉരുളൻകിഴങ്ങും മാറ്റി കൊടുക്കാം. ഉരുളൻകിഴങ്ങ് വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് വേകണം കേട്ടോ, അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കുക. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കാം. ഇപ്പം തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ച് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കാറ്റ് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. കുറച്ച് പകുതിയോളം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഞാനിത് കട്ടകളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കുക. ഞാൻ അടിച്ചെടുത്ത സമയത്ത് തീരെ കട്ടകളൊന്നും ഇല്ലാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ള വെന്ത നമ്മുടെ ഉരുളൻകിഴങ്ങ് ശർക്കരയും കൂടി മിക്സിയിൽ നിന്ന് അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ രണ്ടാമത് വെച്ച് ശർക്കരപ്പാനി ഈ ഉരുളൻകിഴങ്ങ് അരച്ചതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുപ്പത്തിരിക്കുന്നതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളുടെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കോൺഫ്ലവർ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവർ ചേർക്കുന്ന സമയം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ചേർത്ത പടി തന്നെ കട്ടയായി പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് ഇത് ഇളക്കി നമ്മളിത് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഉരുളൻകിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചതൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് വടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ കപ്പലണ്ടി ആണെങ്കിൽ അതാണെങ്കിലും വറുത്തത് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ബദാമോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
എനിക്കിതിലേക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ആവശ്യമായി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിലും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും കേട്ടോ. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ആ പാത്രത്തിൽ ആദ്യം തന്നെ അല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഒരല്പം വെളുത്ത എള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് നിരത്തിയെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്കിതുപോലെ ഹൽവ തയ്യാറാക്കി എടുക്കാൻ പറ്റും. സാധാരണ ഹൽവയിൽ നിന്ന് ഒരല്പം കൂടി ഒട്ടുന്ന ഒരു ടൈപ്പ് ഉണ്ടാവും കേട്ടോ. കുറച്ച് ചെറുതായിട്ടൊന്ന് ഒട്ടും എന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിതിപ്പോൾ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഒരുപാട് കണ്ട് മുറുകി ടൈറ്റ് ആകില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും കൂടി നല്ല തിക്കായിട്ട് കട്ടിയിൽ വരും. അപ്പം അങ്ങനെ വേണ്ടാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഹൽവയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്.